ഹായ് ഫ്രണ്ട്സ്, സ്റ്റേറ്റ് ടെക് പവറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു സൈൻ വേവ് ബോർഡിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ബോർഡ് നമുക്ക് ഒരു ഇൻവെർട്ടറിനുള്ളിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് എടുത്തേക്കുന്നത്. അപ്പം ഒരു സർവീസിനൊരു ഇൻവെർട്ടർ വന്നു, അതിൻ്റെ ബോർഡ് കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രോഗ്രാം ചെയ്ത IC എററായി കംപ്ലൈൻ്റ് ആയി പോയതാണ്. അപ്പം വർക്കാകുന്നില്ല. അതാണ് നമ്മൾ ബോർഡ് ചേഞ്ച് ചെയ്യാൻ പ്ലാൻ ചെയ്തത്. നമ്മുടെ കയ്യിൽ IC അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ബോർഡ് ചേഞ്ച് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ ഈ ബോർഡ് നമ്മൾ അതിനകത്ത് ഫിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിന് മുമ്പ് ഇതിനെക്കുറിച്ചൊന്ന് പറയാമെന്ന് വിചാരിച്ചാണ്. ഇതിൻ്റെ ഫിസിക്കലി ഇതിൻ്റെ ലുക്കെല്ലാം ഓക്കെയാണ്. നല്ല സോൾഡറിങ്ങും അതുപോലെ തന്നെ കമ്പോണൻസൊക്കെ പ്ലേസ് ചെയ്തേക്കുന്നത് എല്ലാം നല്ല നീറ്റായിട്ടുള്ള രീതിയിലാണ്. പിന്നെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഇൻവെർട്ടർ ബോർഡും ഈ ബോർഡും തമ്മിൽ നോക്കുമ്പോൾ സൈസിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ ബോർഡ് വാങ്ങി നമുക്കിതിൻ്റെ കൂടെ LCD ഡിസ്പ്ലേ നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് പാരാമീറ്റേഴ്സ്, ബാറ്ററി വോൾട്ടേജ്, അതുപോലെ മെയിൻസ്, ഇൻപുട്ട് വോൾട്ടേജ്, അതുപോലുള്ള എല്ലാ ഡീറ്റെയിൽസ് നമുക്ക് ഈ ഡിസ്പ്ലേയിൽ കാണാൻ കഴിയും, പാരാമീറ്റേഴ്സ്. അപ്പോൾ അത് കണക്ട് ചെയ്യാനുള്ള കണക്ടർ ഈ ബോർഡിലുണ്ട്. ഡിസ്പ്ലേ നമുക്ക് ഇൻവെർട്ടറിൻ്റെ ഫ്രണ്ട് പാനലിൽ ഫിറ്റ് ചെയ്യണം. അപ്പോൾ ഈ ബോർഡിൽ റിലേ ഉണ്ട്, ബ്ലാക്ക് റിലേ ഉണ്ട്. പിന്നെ അതുപോലെ ഇവിടെ നമുക്ക് ബോർഡിൽ കണക്ഷൻ കൊടുക്കാനുള്ള പിന്നുകളുണ്ട്. ഇവിടെ ഫാനിൻ്റെ കണക്ടറാണ്, ഫാൻ കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള കൂളിംഗ് ഫാനിന് വേണ്ടിയുള്ള കണക്ടറാണ്. പിന്നെ ഈ റിലേയിലാണ് നമുക്ക് ഇൻപുട്ട് ഫേസ് അതുപോലെ ഔട്ട്പുട്ട് എടുക്കുന്നതല്ല ഈ റിലേ എന്നാണ്. അപ്പം നമ്മളവിടെ കണക്ടർ ആ റിലേയിലേക്കാണ് നമ്മൾ വയർ കണക്ട് ചെയ്യേണ്ടത്. പിന്നെ ഇവിടെ 3 2 പിൻ കണക്ടറുകൾ കാണാൻ കഴിയും. ഈ 3 2 പിന്നുകൾ, ഒരെണ്ണം ഇൻവെർട്ടർ, ഒരെണ്ണം UPS, ഒരെണ്ണം കീ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇൻവെർട്ടറിലോ UPSലോ നമുക്ക് 2 പിൻ കണക്ട് ചെയ്ത് ഓൺ ഓഫ് സ്വിച്ച് ചെയ്യാം, ഓൺ ഓഫ് ഒക്കെ ചെയ്യാനാണ്. പിന്നെ ഒരു കണക്ടറുള്ളത് സോളാറിന് വേണ്ടിയാണ്. പക്ഷേ ആ ഒരു ഓപ്ഷൻ ഈ ഇൻവെർട്ടർ ബോർഡിനകത്ത് കൊടുത്തിട്ടില്ല. ഒരു അഡ്വാൻസ് ആയിട്ട് ഓപ്ഷൻ ഇട്ടേക്കുന്നതേ ഉള്ളൂ, അതിനകത്ത് അവൈലബിൾ അല്ല. പിന്നെ ഇത് നമുക്ക് ഫിറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ വയറിങ് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം. പിന്നെ ഇത് പ്രോഗ്രാം ഓൾറെഡി പാരാമീറ്റേഴ്സ് എല്ലാം ഓൾറെഡി സെറ്റ് ചെയ്തേക്കുന്നതാണ്. കാലിബ്രേറ്റഡ് ആയിട്ടുള്ള ബോർഡാണ്. അപ്പം നമുക്ക് ഫിറ്റ് ചെയ്താൽ മാത്രം മതി. ഇനിയിപ്പം കാലിബ്രേഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ബോർഡിൻ്റെ സൈസ് എന്ന് പറയുമ്പോൾ ബ്രാൻഡഡ് ആയിട്ടുള്ള ഇൻവെർട്ടർ ബോർഡും ഈ ബോർഡും തമ്മിൽ നല്ല സൈസ് വ്യത്യാസമുണ്ട്. ഇത് ഇച്ചിരി വലുതാണ്, ഇതിൻ്റെ വീതി നീളമെല്ലാം വ്യത്യാസം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ ലോക്കലായിട്ട് നിർമ്മിച്ച് വരുന്ന ഇൻവെർട്ടറുകളിൽ നമുക്ക് ഈ ബോർഡ് ഫിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനകത്ത് ഈ ബോർഡ് നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും. ബ്രാൻഡഡ് ആയിട്ടുള്ള ഇൻവെർട്ടറുകളിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഞാൻ അതിൻ്റെ ഒരു വ്യത്യാസം കാണിച്ചു തരാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ലൂമിനസ് EcoVolt 1050 എന്ന് പറഞ്ഞൊരു മോഡലിൻ്റെ ബോർഡാണിത്. അപ്പോൾ ഈ ബോർഡ് ഇതിൻ്റെ ഇടിവെട്ടി കൺട്രോൾ കാർഡ് കംപ്ലൈൻ്റ് ആയതാണ്. അപ്പോൾ ഞാനത് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി റിമൂവ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ബോർഡ് അവൈലബിൾ അല്ല, വരും. വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഈ കൺട്രോൾ കാർഡ് ചേഞ്ച് ചെയ്ത് ബോർഡ് സർവീസ് ചെയ്തെടുക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ബോർഡിലെ ഡ്രൈവർ IC ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പം ഡ്രൈവർ IC പോയിട്ടുണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല, കാരണം ഈ കൺട്രോൾ കാർഡ് കംപ്ലൈൻ്റ് ആയതുകൊണ്ടാണ്. അപ്പോൾ അത് ചേഞ്ച് ചെയ്ത് കഴിയുമ്പോഴേ നമുക്ക് ഡ്രൈവർ IC പോയിട്ടുണ്ടോ എന്ന് അറിയത്തുള്ളൂ. ഞാനിപ്പം എടുത്തതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ രണ്ടിൻ്റെ സൈസ് വ്യത്യാസം ഞാൻ കാണിച്ചു തരാം. ഈ എൻ്റെ ഓരോ കയ്യിൽ വിരിക്കുന്ന 2 ബോർഡുകൾ ഇത് കണ്ടോ, ബ്രാൻഡഡ് ആയിട്ടുള്ള ലൂമിനസിൻ്റെ 1050 എന്നുള്ള 1 kV ബോർഡിൻ്റെ സൈസും മറ്റേ ഞാൻ ആദ്യം എടുത്ത ബോർഡും തമ്മിൽ വീതിയിൽ തന്നെ നല്ല വ്യത്യാസമുണ്ട്, അതുപോലെ നീളവും വ്യത്യാസമുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബ്രാൻഡഡ് ഇൻവെർട്ടറുകൾ, ഈ ലൂമിനസ് പോലുള്ള ബ്രാൻഡഡ് ഇൻവെർട്ടറുകളുടെ 1 kV ബോർഡൊക്കെ എന്ന് പറഞ്ഞാൽ SMD കമ്പോണൻസ് ആണ്. അതുകൊണ്ട് ബോർഡിൻ്റെ സൈസ് കുറയ്ക്കാൻ പറ്റും. രണ്ടാമത്തെ അത് ഡബിൾ പ്രിൻ്റാണ്. അപ്പം ആ ബോർഡിൻ്റെ 2 ഭാഗത്തുമാണ് സർക്യൂട്ട് വന്നേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഡിസൈൻ ചെയ്യുന്നവർക്ക് ഏറ്റവും ചെറിയ രീതിയിലേക്ക് ബോർഡിനെ സൈസിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഡബിൾ സൈഡ് പ്രിൻറ്റും അതുപോലെ തന്നെ SMD കമ്പോണൻസ് യൂസ് ചെയ്തേക്കുന്നുണ്ട്. മറ്റേ ഞാൻ ആദ്യം എടുത്ത ബോർഡെന്ന് പറഞ്ഞാൽ നോർമൽ കമ്പോണൻസ് ആണ്, റെസിസ്റ്റർ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നോർമലാണ്, സിംഗിൾ സൈഡ് പ്രിൻ്റാണ്. അതുകൊണ്ട് അതിൻ്റെ സൈസ് വളരെ വലുതാണ്. അപ്പോൾ ഈ ബോർഡിൻ്റെ സർവീസ് ഞാൻ ഈ ലൂമിനസിൻ്റെ ഇതിൻ്റെ സർവീസ് ഞാൻ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ കൺട്രോൾ കാർഡ് കൈ കിട്ടിയ അവിടെ നമ്മളത് ചെക്ക് ചെയ്ത് സർവീസ് ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പോൾ ഈ ബോർഡിനെ കുറിച്ച് നമുക്ക് പറയാം. ഇപ്പോൾ ഇത് നമുക്ക് ആ ഇൻവെർട്ടറിന് അകത്ത് ഫിറ്റ് ചെയ്തതിന് ശേഷം നമുക്കതിൻ്റെ വയറിങ് കാര്യങ്ങളൊക്കെ നോക്കാം.
ഇതിൻ്റെ ബാക്ക് സൈഡ് ഇതാണ്. ഇതിൻ്റെ ഈ പ്രിൻ്റ് ചെയ്ത് സോൾഡറിങ് സൈഡാണ്. സോൾഡറിങ് ഒക്കെ ഓക്കെയാണ്, നല്ല നീറ്റായിട്ടുള്ള രീതിയിലാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിൻ്റെ 1 kV ബോർഡാണ്. അപ്പോൾ നമുക്കിത് ഞാൻ ഉപയോഗിക്കുന്നത് 1 kV താഴെയുള്ളൊരു ഇൻവെർട്ടർ ആയതുകൊണ്ട് നമുക്കിതിൻ്റെ ലോഡ് നമുക്ക് സെറ്റിങ്ങിനകത്ത് കാലിബ്രേറ്റ് ചെയ്ത് ലോഡ് റെഡ്യൂസ് ചെയ്യണം. അപ്പം ഓൾറെഡി 1 kVയുടെ ലോഡായിരിക്കും ഇതിനകത്ത് ഓൾറെഡി സെറ്റ് ചെയ്തേക്കും, നമുക്ക് റെഡ്യൂസ് ചെയ്യണം. ഞാനങ്ങനെ ക്യാബിനറ്റിനകത്ത് നമ്മൾ നല്ല രീതിയിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ബോർഡും ക്യാബിനറ്റും തമ്മിൽ സ്പേസർ അല്ലെന്നുണ്ടെങ്കിൽ പില്ലറെന്ന് പറയാം, അതിട്ട് നട്ട് ബോൾട്ട് ചെയ്തേക്കണം. അപ്പം ബോർഡും ആ ക്യാബിനറ്റും തമ്മിൽ ചെറിയ നിശ്ചിത അകലം വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ഫ്രണ്ട് ഈ സൈഡിലാണ് അതിൻ്റെ ഡിസ്പ്ലേ ബോർഡ്, ഫ്രണ്ട് സൈഡിൽ ഡിസ്പ്ലേ വരുന്നുണ്ട്. ഇവിടെ ഡിസ്പ്ലേ ആണ് ഇവിടെ ഈ ഭാഗത്ത് വരുന്നകത്ത്. പിന്നെ ഇവിടെ ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേയിൽ ഓൺ ആയി കഴിയുമ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് എല്ലാം കാണാൻ കഴിയുന്നതാണ്. പിന്നെ വയറിംഗ് എല്ലാം നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം വയറിംഗ് എന്ന് പറയുന്നത് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, നല്ല രീതിയിൽ നമ്മൾ ബോർഡ് കറക്റ്റ് അതിനകത്ത് ഇരിക്കാനുള്ള സ്പേസ് ഉണ്ടായിരുന്നു. കാരണം ഇത് വലിയ ബോർഡായത് കാരണം ഏകദേശം അത്രയും സ്പേസാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. പിന്നെ കൂളിംഗ് ഫാനൊക്കെ നല്ല രീതിയിൽ നമ്മൾ കറക്റ്റായിട്ട് രീതിയിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇത് കണ്ടോ, കണക്ടറുകൾ. ഇപ്പോൾ ഇവിടെ ഡിസ്പ്ലേയുടെ കണക്ടർ ഓൾറെഡി നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബാറ്ററിയിൽ നിന്ന് വരുന്ന പോസിറ്റീവ് വയർ നേരെ വലിയ ഹീറ്റ് സിങ്കിലേക്ക് കണക്ട് ചെയ്തു. ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി സൈഡിലെ 2 വയറുകൾ ഡ്രെയിനിൻ്റെ ഹീറ്റ് സിങ്കിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ കണക്ട് ചെയ്ത് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ മറ്റ് വയർ കണക്ഷനാണ്. അപ്പം ഇവിടെ നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ ന്യൂട്രൽ കണക്ട് ബോർഡിലേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറിയിൽ നിന്ന് വരുന്ന ന്യൂട്രൽ ബോർഡിലേക്ക് കണക്ട് ചെയ്തു. പിന്നീട് റിലേയിൽ ഞാൻ റെഡ് കളറിൽ കണക്ട് ചെയ്തേക്കുന്നത് ഇൻപുട്ട് ഫേസ് ആണ്. ഇൻവെർട്ടറിന് വരുന്ന ഇൻപുട്ട് ഫേസ് റിലേയിലേക്ക് കണക്ട് ചെയ്തു. നോർമലി ക്ലോസ് എന്നുള്ള പോളിലേക്കാണ് കണക്ട് ചെയ്തേക്കുന്നത്. നോർമലി ക്ലോസ് ഇൻപുട്ടാണ്. പിന്നെ നോർമലി ഓപ്പൺ എന്നുള്ള ഓപ്ഷനുണ്ട്, അവിടെ നമ്മളൊന്നും കണക്ട് ചെയ്യേണ്ട, അത് വെറുതെ അങ്ങ് വിട്ടേക്കുക. പിന്നെ കോമൺ ആണ്. കോമണിലേക്ക് നമ്മൾ കണക്ട് ചെയ്യേണ്ടത് ട്രാൻസ്ഫോമറിൽ നിന്ന് വരുന്ന ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറിയിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ടും അതുപോലെ തന്നെ അതും കണക്ട് ചെയ്യണം റിലേയുടെ നോർമലി ക്ലോസിലേക്ക്. അതേ പോയിന്റിൽ നിന്ന് തന്നെ നോർമലി ക്ലോസിൽ നിന്ന് വീണ്ടും ഒരു വയറെടുത്ത് ഔട്ട്പുട്ട് സോക്കറ്റിലേക്ക്, ഔട്ട്പുട്ട് ഫേസിലേക്കും പോകണം. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. ഡിസ്പ്ലേ നമ്മൾ ഓൾറെഡി ഫ്രണ്ടിൽ പാനലിൽ ഫിറ്റ് ചെയ്തു. അതിനുശേഷം അത് ബോർഡിൽ കണക്ട് ചെയ്തു. പിന്നെ ഓൺ ഓഫ് സ്വിച്ച്, ഇൻവെർട്ടർ ഓൺ ചെയ്യാൻ ഓഫ് ചെയ്യാൻ വേണ്ടിയുള്ള ഫ്രണ്ടിലേക്കുള്ള സ്വിച്ച് ഇൻവെർട്ടർ എന്നുള്ള ഓപ്ഷനിൽ നിന്ന് 2 പിൻ കണക്ട് ചെയ്ത് ഫ്രണ്ട് സ്വിച്ചിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിലാണ് നമുക്ക് ഇൻവെർട്ടർ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും പറ്റുന്നത്. പിന്നെ ഇവിടെ കീ എന്നൊരു 2 പിൻ കിടപ്പുണ്ട്, അത് നമുക്ക് പാരാമീറ്റർ സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. പിന്നെ ഇവിടെ ട്രാൻസ്ഫോമർ ന്യൂട്രൽ എന്നുള്ളത് ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡ് സൈഡിലെ ന്യൂട്രലൂടെ കണക്ട് ചെയ്യുക. ഇതാണ് ട്രാൻസ്ഫോമറിൽ നിന്ന് വരുന്ന ന്യൂട്രലാണ്, ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി സൈഡ്. ഇത് സെൻറ്റർ. പിന്നെ നോർമലി ഓപ്പൺ എന്നുള്ളിടത്തൊന്നും കണക്ട് ചെയ്യേണ്ട റിലേയിൽ. ഈ ബ്ലൂ കളർ കാണുന്നതാണ് വയറാണ് നേരെ ഔട്ട്പുട്ടിലേക്ക് പോകുന്നത്. പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ഫാൻ കണക്ട് ചെയ്തു, ട്രാൻസ്ഫോമർ ഡ്രെയിൻ കണക്ട് ചെയ്തു. ഇവിടാണ് ഫാനിൻ്റെ കണക്ടർ, കൂളിംഗ് ഫാനിൻ്റെ കണക്ടർ. പിന്നെ ബോർഡ് നമ്മൾ അടിയിൽ സ്പേസർ പില്ലറിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് നല്ല രീതിയിൽ സ്പേസ് ഉണ്ട് അടിയിൽ. നല്ല രീതിയിൽ ബോർഡും ക്യാബിനറ്റും തമ്മിൽ അടിയിൽ നല്ല സ്പേസ് ഉണ്ട്. അതുകൊണ്ട് ബോർഡ് നല്ല രീതിയിലാണ് ഇരിക്കുന്നത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒന്ന് ലോഡ് മാത്രം ഒന്ന് റെഡ്യൂസ് ചെയ്യണം. കാരണം ഇത് ഉപയോഗിച്ചിരിക്കുന്ന ട്രാൻസ്ഫോമർ ചെറുതാണ്. ഇത് 1 kVയുടെ ബോർഡും ട്രാൻസ്ഫോമർ ചെറുതായതുകൊണ്ടാണ് നമ്മൾ ലോഡ് റെഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഔട്ട്പുട്ട് സോക്കറ്റ് ഈ ടൈപ്പാണ്. ഇൻപുട്ട്, അതുപോലെ തന്നെ കോമൺ ന്യൂട്രൽ, പിന്നെ ഔട്ട്പുട്ട്. ഇത് ലോക്കൽ ബ്രാൻഡുകൾക്കെല്ലാം ഈ രീതിയിലാണ് വരുന്നത്. ബ്രാൻഡഡ് ഇൻവെർട്ടർക്കൊക്കെ നല്ല സോക്കറ്റ് ആയിരിക്കും വരുന്നത്. പിന്നെ ഈ ഒരു എർത്ത് കണക്ഷൻ ഇല്ല ഇങ്ങനെയുള്ള ഇൻവെർട്ടറുകൾക്ക്. പിന്നെ ട്രാൻസ്ഫോമർ എല്ലാം അതിനകത്ത് ഓക്കെയാണ്. ട്രാൻസ്ഫോമർ ഓൾറെഡി ഉണ്ടായിരുന്നല്ലോ. ഇനി നമുക്കിത് ചെയ്യേണ്ടത്, നമുക്കിത് ഓൺ ചെയ്ത് കാര്യങ്ങളെല്ലാം ഒന്ന് സെറ്റ് ചെയ്യുകയാണ്, കാലിബ്രേറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം ക്ലോസ് ചെയ്ത്
നമുക്ക് കസ്റ്റമർക്ക് ഹാൻഡ് ഓവർ ചെയ്യാം. അപ്പോൾ ഈ ചാനലിൽ ഒരുപാട് ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, താല്പര്യമാണെങ്കിൽ കാണാം. അതുപോലെ തന്നെ ഈ ടൈപ്പ് ഇൻവെർട്ടറിൻ്റെ കാലിബ്രേഷൻ എങ്ങനെയാണ് ചെയ്യുന്നുള്ളത് ഞാൻ എൻ്റെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്, വേറൊരു ഇൻവെർട്ടറിൻ്റെ. അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളവർക്ക് കാണാവുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കണം. മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതുപോലുള്ള ഒരുപാട് ടെക്നിക്കൽ റിലേറ്റഡ് വീഡിയോസ് നമ്മൾ വീണ്ടും അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.